താത്വികമായ അവലോകനത്തിന് വിദഗ്ധരാണ് CPIMകാർ. പുത്തൻ തലമുറയിൽ പിണറായി ആരാധന മൂത്ത M സ്വരാജാണ് ഇക്കാര്യത്തിൽ ഭാവി വാഗ്ദാനം. ദില്ലിയിൽ ആം ആദ്മിയുടെ വിജയത്തെ സൈദ്ധാന്തികമായി വിലയിരുത്തി കളഞ്ഞു സഖാവ്. CPIMന് മത്സരിച്ചാൽ പച്ച തൊടാൻ ഗതിയുണ്ടാകാത്ത ദില്ലിയിൽ എന്തുകൊണ്ടാണ് സഖാവെ ഇങ്ങനെ തോൽക്കുന്നത്? അതല്ല, ഈ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് വിജയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഡൽഹിയുടെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ കാണാൻ. എൻ്റെ അഭിപ്രായം ഡൽഹിയുടെ പശ്ചാത്തലത്തിൽ വേണം കാണാൻ. ഡൽഹിയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ അങ്ങേയറ്റത്തെ ജനവിരുദ്ധമായ നയം കൊണ്ട് പൊറുതി മുട്ടുന്ന ഒരു ജനവിഭാഗം. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ബദലായിട്ട് അവരുടെ മുൻപിലുള്ളത് വർഗീയതയുടെ എല്ലാ അപകടങ്ങളും പേറുന്ന BJP. ഇതിന് രണ്ടിനുമിടയിൽ ശ്വാസം മുട്ടുന്ന ജനങ്ങൾക്ക് മുൻപിൽ രണ്ടുമല്ലാത്ത ഒരു ഓപ്ഷനായിട്ട് അവതരിക്കാൻ അവിടെ ആം ആദ്മി പാർട്ടിക്ക് കഴിയും. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. ഒരു മിഡിൽ ക്ലാസിന്റെ ആഭിമുഖ്യം ആം ആദ്മി പാർട്ടിക്ക് നേടിയെടുക്കാൻ പറ്റി. അരാഷ്ട്രീയവാദ മനസ്സുള്ള ആളുകൾക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരായി ഇവർ മാറി. ആം ആദ്മി പാർട്ടിയുടെ യാഥാർത്ഥ്യബോധമില്ലാത്ത തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ ആവേശത്തോടെ സ്വീകരിക്കാൻ അരാഷ്ട്രീയവാദത്തിൽ അഭിരമിക്കുന്ന ഒരു ജനവിഭാഗത്തിനും കഴിയും. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? ഇതിന്റെ എല്ലാം ഒരു റിസൾട്ടാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതൊരു വൺ ഡേ പൊളിറ്റിക്കൽ ഫിനോമിനയാണ്, ഒരു സംശയവുമില്ല. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞു വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന്. അതിന് സ്വാഭാവികമായിട്ട് കേരളത്തിൽ ചില അനുരണനങ്ങൾ ഉണ്ടാവും. പക്ഷേ ആ അനുരണനങ്ങൾക്ക് സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. അനുരണനങ്ങൾക്ക് കേരളത്തിൽ ഒരു ഇല അനക്കാനുള്ള കെൽപ്പുണ്ടാവില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും, കുഴി വെട്ടിക്കൊടുക്കും. ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാൽ ആദ്യാവസാനം നമ്മളവിടെ ഉണ്ടാവും. ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും. ഇപ്പോഴതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RDPക്ക് അടിത്തറയില്ലെന്ന്. എത്രയോ പരീക്ഷണങ്ങൾ ഇവിടെ കണ്ടു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, കേരള പീപ്പിൾസ് പാർട്ടി എന്ന പേരിലൊരു പാർട്ടി ഉണ്ടായിരുന്നു കേരളത്തിൽ. ഒരു ചലച്ചിത്ര താരമായിരുന്നു ഒരു നേതൃത്വം. അദ്ദേഹം കേരളത്തെ ആകെ മാറ്റിമറിക്കുമെന്നാണെന്ന് അവകാശപ്പെട്ടത്. പിന്നീട് അദ്ദേഹത്തിന് ആ പാർട്ടി പിരിച്ചുവിടുകയും മറ്റൊരു പാർട്ടിയിൽ പോയി ചേരുകയും ചെയ്യേണ്ടി വന്നു. നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഒരു എഴുത്തുകാരിയുടെ നേതൃത്വത്തിൽ ലോക് സേവാ പാർട്ടി എന്ന പേരിലൊരു പാർട്ടി ഒരിക്കലുണ്ടായി. കേരളത്തെ മാറ്റിമറിക്കുമെന്നാണ് അവരാദ്യം പറഞ്ഞത്. പിന്നീട് ആ പാർട്ടി എവിടെയും ഉണ്ടായിട്ടില്ല. ആ പാർട്ടിയും പിരിച്ചുവിടപ്പെട്ടു. ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, INSP, അതായത് നമ്മുടെ പ്രധാന എതിരാളി. അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിലുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് വിജയം, അതിൽ കെജ്രിവാളിന് അഭിമാനിക്കാം, യാതൊരു സംശയമില്ല. അഭിമാനാർഹമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയം അയാൾക്ക് അവിടെ ഉണ്ടായി. അതിൻ്റെ ഒരു ചെറിയ ചലനം എന്ന നിലയ്ക്ക് ഒരു പക്ഷേ ഒരു മധ്യവർഗ ചിന്താഗതി വെച്ച് പുലർത്തുകയും അരാഷ്ട്രീയവാദത്തോട് താല്പര്യം ഉണ്ടാവുകയും ഒക്കെയുള്ള ഒരു വിഭാഗം ചിലപ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനെ ചിന്തിച്ചേക്കാം. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവരെല്ലാം വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യബോധത്തിലേക്ക് മടങ്ങി വരും. കേരളത്തിൽ ആം ആദ്മി പാർട്ടിക്കൊന്നും ഒരു സ്പേസും ഇല്ല. അവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനോ സാധിക്കില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ എന്തോ യോഗം ചേർന്നു നിങ്ങൾ പറയുമ്പോൾ ഞാനത് മനസ്സിലാക്കുന്നു എന്നേ ഉള്ളൂ. പരിപ്പോടെ എവിടെയോ? ഇന്ന് പരിപ്പോടെ ഉണ്ടാക്കില്ല സാർ. പരിപ്പോടെ ഉണ്ടാക്കിയില്ലേ? പരിപ്പോടെയും ചായയും ബീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം. തനിക്ക് അറിഞ്ഞൂടെ? എടുക്ക പോയി പരിപ്പോടെ ഉണ്ടാക്കി കൊണ്ടുവരാ. എല്ലാം വിധി എന്ന് പറഞ്ഞ് ഓടിയിട്ട് എന്ത് കാര്യം? ജനവിധി എന്ന് മാനിക്കാനെങ്കിലും തയ്യാറാകണ്ടേ? രാഷ്ട്രീയവും അരാഷ്ട്രീയവും പുതിയ വിലയിരുത്തലിന് വിധേയമാകുന്ന കാലത്ത് കോൺഗ്രസുകാർക്കും വ്യത്യസ്ത അഭിപ്രായമില്ല ആം ആദ്മിയെ കുറിച്ച്. താൽക്കാലികമായി ഉണ്ടാകുന്ന ആം ആദ്മി പാർട്ടി താൽക്കാലിക വികാരങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അതിനൊന്നും അധികം ആയുസില്ല. സോപ്പ് കുമളയുടെ ആയുസ് മാത്രമേ ഇത്തരം പ്രസ്ഥാനങ്ങൾക്കുള്ളൂ. താൽക്കാലികമായി ഉണ്ടാകുന്ന വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ചരിത്രത്തിൽ വലിയ സ്ഥാനമില്ല എന്ന് തെളിയിച്ചു. ഇന്നലത്തെ മഴയ്ക്ക് മുളച്ചത് താൽക്കാലിക പ്രതിഭാസം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ആലോചിക്കാൻ ആരും തയ്യാറാകുന്നില്ല.
ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും സാധാരണക്കാരനുമൊപ്പം സഞ്ചരിക്കുന്ന ഒരു സംഘം സംസ്ഥാന ഭരണത്തിൽ എത്തുന്നതിലെ രാഷ്ട്രീയം ഇനിയെങ്കിലും തിരിച്ചറിയണ്ടേ? ഇന്നത്തെ ഡെമോക്രസി ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.